ഇത്രമാത്രം ജനപിന്തുണ കിട്ടിയ ഒരു സമരം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇത് സ്ത്രീ ശക്തിയുടെ മഹത്തായ വിജയമാണ്. ഒരു കാര്യം 33 രൂപയാണെങ്കിലും ഇത് കൂട്ടിക്കൊടുക്കേണ്ടതാണ് എന്ന് തത്വത്തിൽ സമ്മതിച്ചത്. എന്തൊരു പരിഹാസമായിരുന്നു. ഒരർഹതയില്ല. കഴിഞ്ഞ ദിവസം കുറെ കഥകളൊക്കെ പറഞ്ഞു കിട്ടുന്ന പൈസ 233 രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത്. അതിനേക്കാൾ അപ്പുറത്തൊന്നും കിട്ടുന്നില്ല. എന്നിട്ട് ഇപ്പൊ 33 രൂപയെങ്കിലും കൂട്ടിയല്ലോ നമ്മൾ എതിർക്കുന്നില്ല. 1000 രൂപ ഇവരാരെയും വീട്ടിൽ നിന്ന് എടുത്താലല്ലോ അത്ഭുതപ്പെട്ടതാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു തലത്തിലേക്ക് മിനിമം വേജസിന്റെ നിലവാരത്തിലേക്ക് നമുക്കതിനെ കൊണ്ടുവരാം. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് ഇത്. ആ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും. ഞാൻ 2 പ്രാവശ്യം ചോദിച്ചു പറഞ്ഞിട്ടൊരു കാര്യം, UDF സർക്കാർ 26-ൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ആദ്യത്തെ ക്യാബിനറ്റ് യോഗം, അത് കഴിഞ്ഞ വേറെ ഏത് കാര്യങ്ങൾ നോക്കുള്ളൂ UDF വാക്ക പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുന്നു വാക്ക അത് അല്ലാതെ ഇവര് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇതിപ്പോ എല്ലാവർക്കും ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഇലക്ഷന്റെ തലേദിവസം ചെയ്യുന്ന ഒരു പണിയുണ്ടല്ലോ, 1600 രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ 2500 ആക്കും എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചിട്ട് 4 കൊല്ലം 1 രൂപ കൂട്ടാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന തലയാഴ്ചയിൽ 400 കൂട്ടിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്ന ആളുകളാണ് നമ്മളോട്. അവരുടെ ഈ കാപട്യത്തിനെതിരായ, അവരുടെ ഈ അധികാരത്തിന്റെ ദാസ്യത്തിനെതിരായ ഈ സഹോദരിമാർ ചെയ്ത സമരത്തെ കണ്ടില്ല എന്ന് അവരെ പരിഹസിച്ച് അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് നിങ്ങളെ കളിയാക്കിയവർക്കുള്ള തക്കതായ തിരിച്ചടിയാണ് ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. ഒരു സംശയം ഒറ്റ ആരോപണം പറഞ്ഞ് ഞാൻ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. കൂടെ ഉണ്ടാകും, ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാകും.